എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് തൃശ്ശൂരിലെ പഴയ സൂവിനടുത്തുള്ള സ്റ്റേറ്റ് മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയവും അതിൻ്റെ പരിസരവും എല്ലാം വൃത്തിയായും വളരെ മനോഹരവുമായും നിലനിർത്തിയിരിക്കുന്നു. മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ ഉയരമുള്ള ഒരു ആനയുടെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുക. ചെങ്ങല്ലൂർ രംഗനാഥൻ എന്നായിരുന്നു ആനയുടെ പേര്. ആ ആനയുടെ വിശദാംശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രം മക ആനയായിരുന്നു രംഗനാഥൻ. ക്ഷേത്രത്തിലേക്ക് അഭിഷേക ജലം കൊണ്ടുവരിക എന്നതായിരുന്നു ആനയുടെ പതിവ് ജോലി. ഈ ആനയുടെ ഉയരം ക്ഷേത്ര ഗോപുരവാതിൽ കടക്കാനാവാത്ത വിധം വർദ്ധിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ AD 1905 തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട്ടുള്ള ചെങ്ങല്ലൂർ മനക്കിലെ പരമേശ്വരൻ നമ്പൂതിരിക്ക് ആനയെ 5000 രൂപയ്ക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. കാലക്രമേണ രംഗനാഥൻ ചെങ്ങല്ലൂർ ആന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഏകദേശം 11 അടിയോളം ഉയരമുണ്ടായിരുന്ന രംഗനാഥൻ അതിൻ്റെ ജീവിതകാലത്ത് സംസ്ഥാനത്തെ ഏറ്റവും ഉയരമുള്ള ആനയായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയായ അകവൂർ ഗോവിന്ദന്റെ കുത്തേറ്റ് ചികിത്സയിലിരിക്കെ 1917 രംഗനാഥൻ ചെരിയുകയാണ് ഉണ്ടായത്. ധാരാളം വന്യമൃഗങ്ങളുടെ സ്റ്റഫ്ഡ് രൂപങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ അവിടെ ധാരാളം കല്ലുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള മണ്ണുകളും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പഴയ കാലഘട്ടത്തിലെ പലതരത്തിലുള്ള കാർഷിക ഉപകരണങ്ങളും അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെ ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരവും അവിടെയുണ്ട്. പണ്ടുകാലത്ത് ഉപയോഗത്തിലിരുന്ന വിവിധ തരത്തിലുള്ള വഞ്ചികളുടെ മാതൃകകളും മേനവും എല്ലാം അവിടെ കാണികൾക്കായി മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണമാണ് ട്രാംവേയുടെ മാതൃക. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് 50 മൈൽ അകലെയുള്ള പറമ്പിക്കുളത്ത് നിന്ന് തടി കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് ട്രാംവേ. ഇതിൻ്റെ ഒരു മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എഞ്ചിൻ സഹായം കൂടാതെ ചരക്ക് ഗതാഗതത്തിന് യാത്രാ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണത്രേ ട്രാംവേ. കൊച്ചി മഹാരാജാവിന്റെ തലപ്പാവ്, കോട്ട് തുടങ്ങിയവയും പഴയ ജനതയുടെ വസ്ത്രധാരണ രീതികൾ മനസ്സിലാക്കാവുന്ന മാതൃകകളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, വാദ്യോപകരണങ്ങൾ, മിഴാവ് തുടങ്ങിയവയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. കേരളത്തിലെ പ്രധാന കലാരൂപമായ കഥകളിയുടെ വിവിധ രൂപങ്ങളുടെ ആവിഷ്കാരങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. തിമിംഗലത്തിന്റെ സ്കള്ള്, അതുപോലെ കടലിൽ നിന്ന് കിട്ടിയ പവിഴപ്പുറ്റുകളും അവിടെ കാണാൻ സാധിച്ചു. തൃശ്ശൂരിന്റെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ മ്യൂസിയം വരും തലമുറയ്ക്ക് കൂടി വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു സ്ഥാപനമായി നിലകൊള്ളുന്നു.